ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ടാണെന്നാണോ? ഇപ്പോൾ രാവിലെ ദാണ്ട സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു ബൊഹൈൻ വില്ല എന്ന് പറയുന്നൊരു സ്ഥലത്ത് അടിപൊളി ബൊഹൈൻ വില്ല ചെടിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സാണ് അവിടെ സജസ്റ്റ് ചെയ്തത്. പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാനും ഭയങ്കര എക്സൈറ്റഡാണ് എങ്ങനെ ഉണ്ടെന്ന് കാണാൻ. ദാണ്ട നമ്മളങ്ങനെ ഫൈനലി അവിടെ എത്തി. ഗൈസ് ദാണ്ട നോക്ക്, അടിപൊളി ഒരു സ്ഥലമാണിത്. നല്ല രസമുണ്ട്. ഇവിടെ നിറച്ച് ദാണ്ട ബൊഹൈൻവില്ല പൂത്ത് കിടക്കുന്നു. ചെറിയൊരു ഔട്ട് ഓഫ്സ് പോലെ ഇതിൻ്റെ വെളിയിലായിട്ട് പണിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ ഇത് ഈ വൈറ്റ് ഗേറ്റ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വൈറ്റ് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഉള്ള ഗേറ്റും കാര്യങ്ങളും ഒക്കെ. അത് നിറയെ പൂത്ത് കിടക്കുക, നല്ല രസം. നമുക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. നിറയെ പൂത്ത് കണ്ട പൂക്കളെല്ലാം പൊഴിഞ്ഞ് തറയിലും അവിടെയൊക്കെ. താഴെയൊക്കെയാണെ പാറകളൊക്കെ ഇട്ട് നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ രീതിയിലാണ് അവർ ആ വീട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും സേവ് ദ ഡേറ്റോ ഫോട്ടോഷൂട്ടോ ഒക്കെ നടത്തണമെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കുമെന്ന് ഞാൻ പറയും. കാരണം ഏത് തരത്തിലുള്ള നല്ല കളർഫുള്ളും ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ പ്ലേസാണ്. വീഡിയോ, ഫോട്ടോസ്, സേവ് ദ ഡേറ്റ്, ബ്രൈറ്റ് ടു ബി, ഏത് ഫംഗ്ഷന് വേണമെങ്കിലും അവിടെ പോകും. ജസ്റ്റ് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആയാലും എന്ത് പറ്റും, എവിടെ നോക്കിയാലും അടിപൊളി ഫ്രെയിംസാണ്. നല്ലൊരു ആംബിയൻസ്. ഇത്രയും ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല വേറെ നമ്മുടെ ഇവിടെ ഒന്നും, കേട്ടോ. അത്ര അടിപൊളി. അവരുടെ ഒരു ഐഡിയയും കാര്യങ്ങളും ഒക്കെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടേക്കുന്ന എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട്. സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ആരായാലും അടിപൊളി വീടാണല്ലോ ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട്, വീടും കൊള്ളാം. ഈ നല്ല ഗാർഡനിങ്ങും ഇൻറ്റീരിയറും പെയിൻറ്റിങ്ങും കളർ കോമ്പിനേഷനും എല്ലാം അടിപൊളി. അപ്പോൾ ഞാൻ ആ ഫോട്ടോഗ്രാഫേഴ്സിനോട് അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് ഇതൊരു ഫോട്ടോഗ്രാഫറിൻ്റെ വീടാണ്. അവരങ്ങനെ എപ്പോഴും സ്റ്റേ ഒന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ ഒരു 1-2 ദിവസം ചിലപ്പോൾ പുള്ളി സ്റ്റേ ചെയ്യുമായിരിക്കും. അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല പേഴ്സണലി. പക്ഷേ ഇൻഡോറും ഔട്ട്ഡോറും ഷൂട്ട് ചെയ്യുക. ഇൻഡോർ പോലും ആ ഒരു ആംബിയൻസിലാണ് അവർ അവിടെ ചെയ്തേക്കുന്നത്. ആ ഒരു എന്താ പറയുക, ഒരു വില്ല സെറ്റപ്പ്, ബൊഹൈൻ വില്ല എന്നാണല്ലോ അതിൻ്റെ പേര് തന്നെ, ബൊഹൈൻ വില്ല എന്നാണ്. പക്ഷേ ഭയങ്കര നൈസ് ഗൈസ്, അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇതുണ്ടെന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഇങ്ങനൊരു സെറ്റപ്പ്, ആ ഒരു പ്ലേസ് അവർ ഓർഗനൈസ് ചെയ്തേക്കുന്നതെന്നുള്ളത്. സൂര്യൻ ഉദിച്ചിങ്ങനെ വരുന്നതിൻ്റെ ആ ലൈറ്റ്, ഗോൾഡൻ ലൈറ്റ് അടിക്കുന്നു, നല്ല രസമുണ്ട്. ഇതൊരു കളർ കോമ്പിനേഷനാണ് ഗൈസ്, എന്തൊരു ഭംഗി. എനിക്കിത് കണ്ടിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു, നല്ല രസമുണ്ട്. അതുപോലെടാ ഞാനിപ്പോൾ ഓൺ വോയിസ് കൊടുക്കാവേ. അപ്പം രാവിലെ കിളികളൊക്കെ കരയുന്ന നല്ല രസമാടാ, അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. ഒന്ന് കേട്ട് നോക്ക്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് എൻ്റെ സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തു തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ എനിക്ക് എടുത്തു തരുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല താഴെ കുറേ ബൊഹൈൻവില്ല പൂക്കളെ ഒക്കെ താഴെ കിടക്കുന്നുണ്ടോ. അപ്പം അങ്ങനെ കുറച്ച് മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ നനഞ്ഞ് ആ ഒരു നല്ലൊരു ക്ലൈമറ്റായിരുന്നു, നല്ലൊരു ടൈമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാനിത് ഒത്തിരി വട്ടമായല്ലേ, നിങ്ങൾക്ക് റിപ്പീറ്റ് തോന്നരുത്. അങ്ങനെ നമ്മുടെ മോർണിംഗ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദാണ്ട സൂര്യനെല്ലാം ഉദിച്ച്
നല്ല സൺ കിസ്ഡ് ടൈം. നോക്ക്, മുഖത്തെല്ലാം നല്ല വെയിലടിച്ച് നല്ല ഗ്ലാസി സ്കിന്ന് പോലെ ഇരിക്കുന്നില്ലേ. അപ്പം മോർണിംഗ് ഷൂട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഈവനിങ് ഷൂട്ടിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. ഇനി നമുക്ക് പോയി ചായ കുടിച്ചിട്ട് വന്നാലോ. അല്ല, ചൂട് ചായയും ഒരു ഉഴുന്നുവടയും ഞാൻ കഴിച്ചു. ഇനി നമുക്ക് നേരെ ഈവനിങ് കാണാം. ബൈ. ഹലോ. അപ്പം നാണ്ട എൻ്റെ ഈവനിങ് ഔട്ട്ഫിറ്റ് ഇതാണ്. നാണ്ട ഈവനിങ് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞാൻ റെഡി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത് വെച്ചാണ് നമ്മുടെ ഈവനിങ് ഫോട്ടോഷൂട്ട്. അപ്പോൾ ഞാനിന്നൊരു സാരിയാണ് എടുത്തേക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് കുറച്ച് നിങ്ങൾക്ക് തോന്നുന്നത് എന്തായിരിക്കും, ഞാൻ ഏത് ടൈപ്പ് വീഡിയോ ആയിരിക്കും പ്ലാൻ ചെയ്തേക്കുന്ന റീലിന് വേണ്ടി. എനിക്ക് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. അത് ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സുമായിട്ട്. അപ്പോൾ അവരാണ് എനിക്ക് ഈ റീൽസൊക്കെ എടുത്തു തരുന്നത്. അപ്പം അങ്ങനെ അഭിനയിച്ചങ്ങ് തകർക്കുവാണ്. അഭിനയ കുലപതി എന്നൊക്കെ എന്നെ തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്നു. അമ്മാതിരി അഭിനയം ആയിരുന്നു. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ അതൊന്നും വിഷയമല്ല. നമ്മൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് അടിപൊളി വീഡിയോ കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അപ്പം മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യുക. നമ്മൾ തമ്മിൽ അങ്ങോട്ട് പറയാൻ നോക്കുക, കാണുക. മറ്റുള്ളവരെ മൈൻഡ് ബോദർ ചെയ്യേ വേണ്ട. മറ്റുള്ളവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, നോക്കിക്കോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ആക്ട് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഞങ്ങളിതിൽ ചായക്കടയിൽ ചായ കുടിക്കുന്നൊരു സീൻ എടുക്കുന്നതിന് വേണ്ടി അവിടെ വന്നായിരുന്നു. ഇത് നമ്മുടെ കൊല്ലം കോളേജ് ജംഗ്ഷൻ്റെ ആ ഒരു സൈഡായിരുന്നു. അവിടുത്തെ ഒരു ചായക്കടയായിരുന്നു അതിനോട് ചേർന്ന്. പിന്നെ നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട്, എടുത്തിട്ടേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് കൊള്ളാവോ നോക്ക്, നമ്മുടെ അഭിപ്രായവും ഒപ്പീനിയനും ഒക്കെ ചോദിച്ചിട്ട് അതേ രീതിയിലാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ഒരു കൺസേൺ എപ്പോഴും ഉണ്ടല്ലോ, അപ്പോൾ അതെപ്പോഴും നല്ലതാണ്. ചായയോടൊപ്പം എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. അപ്പം അവിടെ എന്തോ ഒരു പോക്കറ്റ് ഷവർമ പോലെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലേ, ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടേ ഫില്ലിങ് അകത്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളത് വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതും കേട്ട് അവർ പറയുന്നതും കേട്ട് നമ്മുടെ രണ്ടുപേരുടെയും കൺസേൺ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മൾ. അതുപോലായിരുന്നു പുള്ളി. ഭയങ്കര കമ്പനി എന്ന് വെച്ചാൽ നല്ല സോഷ്യലാണ് ആൾ. ഭയങ്കര പാവമാണ്. നമുക്ക് വർക്കൊക്കെ എടുത്ത് തന്ന് ഒത്തിരി സമയം കിടന്ന് മടിയൊന്നുമില്ല കേട്ടോ. ഒരു മടിയോ ഒരു മുഷിപ്പോ ഒന്നും കാണിക്കത്തില്ല. നമുക്ക് എടുത്ത് തീരുന്നുണ്ട്, സാറ്റിസ്ഫൈഡ് ആവുന്നിടം വരെ എടുത്ത് തരുന്നതിന് ഒരു മടി അത് കാണിച്ചിട്ടില്ല. ഒത്തിരി 2-3 സ്പോട്ടിലൊക്കെ നമ്മൾ പോയെടുത്ത്. ഇതിപ്പോൾ കൊല്ലത്ത് ആ പാലത്തിൻ്റെ താഴെ ഒരു പാർക്ക് പോലൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ആയിരുന്നു. ആ സ്പോട്ടിലും കുറേ വിഷ്വൽസ് പലയിടത്തായിട്ട് ഞങ്ങൾ മാറിയും തിരിഞ്ഞും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് കൊളാജ് ചെയ്തൊരു റീല് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണിച്ചപ്പോൾ എനിക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നല്ല ഇടയ്ക്കിടയ്ക്ക് ഇനി നമുക്ക് റീൽസൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ. നമുക്ക് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളടാ. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണോ എൻ്റെ റീല് കാണാൻ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് പൊതുവെ അങ്ങനെയാണല്ലോ. ഞാൻ ഇത്രയും അഭിനയിച്ച് എൻ്റെ ആക്ടിങ് ഒക്കെ കാണിച്ച് ഇത്രയും കുറേ മണിക്കൂറത്തെ എൻ്റെ എഫേർട്ട് ഇട്ടതിൻ്റെ റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അപ്പം ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് വീഡിയോ കിട്ടാനായിട്ട്. നിങ്ങളും അതുപോലെ വെയിറ്റിംഗ് ആണോ എൻ്റെ വീഡിയോ കിട്ടാൻ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്താടാ, അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ ബായ്. എടാ, അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവർ ഓച്ചറയിലുള്ള കാലിക്കോ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫി ടീമാണ്. ഇൻസ്റ്റയിൽ കാലിക്കോ എന്ന് അടിച്ച് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അവരുടെ പേജും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടാലോ. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മൂകമാമെൻ മനസ്സിൽ ഗാനമായി നീയുണർന്നു. മൂകമാമെൻ മനസ്സിൽ ഗാനമായി നീയുണർന്നു. ഹൃദയമൃദുല തന്ത്രിയേന്തി ദേവാമൃതം വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെൻ